ആഴ്ച നമ്മൾ മലയാളികൾ പറയുമ്പോൾ ഗുഡ് ഫ്രൈഡേ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ആ ഒരു കാര്യം മൂലം നമുക്ക് ലഭിച്ച, നമ്മൾ പാടി ഓരോ പാട്ടുകളിൽ കൂടെയും നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പാസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ അതൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഗുഡ് ഫ്രൈഡേ തന്നെ. നമ്മളോടൊപ്പം ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്, പുതിയതായിട്ട് സൺഡേ സ്കൂളിൽ വന്ന് നിങ്ങളെയൊക്കെ പ്രത്യേകമായിട്ടും ഗ്രീറ്റ് ചെയ്യുന്നു. നമ്മളെല്ലാവരും ഇന്നിവിടെ ഇരുന്ന് യേശുപ്പച്ചൻ, യേശു അല്ലേ, യേശുദേവൻ, യേശു നമുക്ക് വേണ്ടി മരിച്ചതിൻ്റെ ഓർമ്മകൾ നമ്മളിന്ന് ഓർക്കുന്നൊരു സമയമാണല്ലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ ആ ഒരു ക്രൂശീകരണ ദിവസത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല, എന്നാൽ അതിന് തൊട്ട് തലേ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും അതും ആ തലേ രാത്രിയിലത്തെ ആ സംഭവം എന്ന് പറയുന്നതും യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചതുപോലത്തെ തന്നെ വേദനയാണ്, അതിലും വലിയ വേദനയാണ് തലേ രാത്രിയിലത്തെ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിലും അതിനോട് ചേർന്ന സംഭവങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ക്രിസ്തുവിൻ്റെ ഗെത്സമന തോട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് പോവുക. നമുക്കറിയാം, പെസഹ അവരാചരിച്ച ശേഷം പിന്നെ നമ്മൾ കാണുന്നത് യേശു ശിഷ്യന്മാരും കൂടെ ഒലിവ് മലയിലോട്ട് പോയെന്ന് കാണും. ഒലിവ് മലയിലെ ഒരു തോട്ടമാണ് ഗെത്സമനെ ഗാർഡൻ, ഗെത്സമനെ തോട്ടം എന്ന് പറയുന്നത്. ഈ ഒലിവ് മല ഈ ജെറുസലേമിലെ അല്ലെങ്കിൽ യെരുശലേമിന് കിഴക്ക് ഭാഗത്തായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ഒലിവ് മല. അവിടുത്തെ ഒരു ഗാർഡൻ, ഒരു പ്രൈവറ്റായ ഒരു വ്യക്തിയുടെ ഒരു ഗാർഡനാണ് ഈ ഗെത്സമന ഗാർഡൻ എന്ന് പറയുന്നത്. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥം ആൻ ഓയിൽ പ്രസ്, എണ്ണച്ചക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യേശുക്രിസ്തു പല സമയങ്ങളിൽ ഈ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, യേശു ശിഷ്യന്മാരുമൊക്കെ. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അവൻ ശിഷ്യന്മാരുമായിട്ട് പലപ്പോഴും അവിടെ പോയിരുന്നു എന്ന് വായിക്കും. അപ്പോൾ ഏതോ ഒരു വ്യക്തി യേശുവിന് പ്രാർത്ഥിക്കാനായിട്ട് ഈ ഒലിവ് മലയിൽ, ഒത്തിരി ഒലിവ് മരങ്ങളൊക്കെ ഉള്ള ഈ മലയിൽ ഒരു ഗാർഡൻ, ഒരു തോട്ടം ഒരു വ്യക്തി എന്ത് ചെയ്തു, വിട്ടുകൊടുത്തു. ആ തോട്ടത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആൻ ഓയിൽ പ്രസ്, അല്ലെങ്കിൽ ഒരു എണ്ണച്ചക്ക എന്ന് പറയുന്നു. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ എണ്ണച്ചക്ക എന്ന് പറയുന്ന അതിനോടർത്ഥം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ തോട്ടത്തിലും സംഭവിച്ചത് മൊത്തം. നമ്മളൊരു പക്ഷേ ഇവിടെ അങ്ങനത്തെ ചക്കുകളൊക്കെ കണ്ടിട്ടില്ലായിരിക്കും. നമ്മളിപ്പോൾ ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ അല്ല, കരിമ്പ് ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന മെഷീൻസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒലിവ് കായ്കളൊക്കെയും ഈ പ്രസ്സിലിട്ടിട്ട് ഞെരിഞ്ഞമർന്ന് അതിൽ നിന്ന് ഒലിവിൻ്റെ എണ്ണ എന്ത് ചെയ്യുന്നു, പുറത്തു വരുന്നു. യേശുക്രിസ്തുവും ഒരു എണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടെ ഗെത്സമന തോട്ടത്തിൽ വെച്ച് കടന്നുപോയി. യേശുക്രിസ്തുവിൽ നിന്നും ചില ജ്യൂസൊക്കെയും പുറത്തു വന്നു, ഒരു കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു. എന്നാൽ അത് നമ്മൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായ ചില സ്വഭാവ രീതികളാണ് നമ്മൾ അവിടെ മുഴുവനും കാണുന്നത്. യൂദ ഒട്ടിക്കൊടുക്കുന്ന ഭാഗം വരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ യേശുക്രിസ്തുവിൽ നിന്ന് പുറത്തു വന്നതൊക്കെയും നമ്മൾ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും വ്യത്യസ്തമായ സ്വഭാവ രീതികളാണ്. നമ്മളും പലപ്പോഴും എണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടിയൊക്കെയും കടന്നു പോകാറുണ്ട്. നമ്മൾ ഇന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ടത്, ഞാൻ ഈ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്നിൽ നിന്ന് എന്തുമായിരിക്കും പുറത്തു വരുന്നത്. ഈ തോട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അതിന് മുമ്പായിട്ട് കെദ്രോൻ എന്ന് പറയുന്നൊരു വാലി ഉണ്ട്. കെദ്രോൻ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഈ സുവിശേഷങ്ങളൊക്കെ മത്തായിയുടെ സുവിശേഷം 26:36 മുതൽ 56, മർക്കോസ് 14:32 മുതൽ 49, ലൂക്കോസ് 22:39 മുതൽ 53, യോഹന്നാൻ 18:1 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിലെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് നാം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ കെദ്രോൻ എന്ന് പറയുന്നൊരു തോട് കടന്ന് വേണം ഇവർ പോകാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ആ ദിവസവും ഈ പാസ് ഓവർ ഡേയിൽ ഇതെല്ലാം ഇവരൊരുമിച്ചുള്ള ഭക്ഷണമെല്ലാം ഇവർ കഴിഞ്ഞിട്ട് ഇവരവിടെ പോകുമ്പോഴത്തേക്കും ഈ കെദ്രോൻ തോട് കടന്നിട്ടാണ് പോകുന്നത്. നമ്മൾ ഈ കെദ്രോൻ തോടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മറക്കാതിരിക്കുക, അന്ന്
ഈ പ്രത്യേക പെസഹ പെരുന്നാൾ ആചരിക്കുമ്പോൾ ഒത്തിരി ആട്ടുകൊറ്റന്മാരെ അവർ കൊല്ലും. എന്നിട്ട് അതിൻ്റെ രക്തം ഈ കെദ്രോൻ തോട്ടിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഇന്നും യേശുക്രിസ്തു ഈ തോട്ടത്തിലേക്ക് പതിവ് പോലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് പോകുമ്പോൾ ഈ തോട് കടന്നു പോകുമ്പോഴത്തേക്ക് ഈ തോട്ടിലെല്ലാം ചരിത്രകാരന്മാരും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ചവരും ഒക്കെ പറയുന്നത് ക്രിസ്തു തീർച്ചയായിട്ടും രക്തം തീർച്ചയായിട്ടും ഈ തോട്ടിലും കണ്ടിട്ടുണ്ട്. ആരുടെ രക്തം? ആട്ടുകൊറ്റന്മാരെ അറുത്തതിൻ്റെ രക്തം, അല്ലെങ്കിൽ അവരുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ദിവസം, ദ വെരി നെക്സ്റ്റ് ഡേ, പാപമില്ലാത്ത ഊനമില്ലാത്ത യഥാർത്ഥ കുഞ്ഞാട് അറക്കപ്പെടാനായിട്ട് പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ മനസ്സിൽ ആദ്യമേ തന്നെ ഇത് കണ്ടപ്പോൾ തന്നെ നാളെ എന്തോ ആണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഓർമ്മകളൊക്കെയും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത്, ഈ തോട്ടത്തിൽ പ്രവേശിച്ച ശേഷം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ ഇരിപ്പീൻ, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്നാൽ പ്രാർത്ഥിക്കാനായിട്ട് പോയപ്പോൾ എല്ലാ ശിഷ്യന്മാരും കൂടിയാണ് അവിടെ പോയത്. 3 പ്രധാന ശിഷ്യന്മാർ യേശു എന്ത് ചെയ്തു? കൂടെ വിളിച്ചു. ആരെയൊക്കെയാണ്? പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. 3 പേരെ കൂടെ വിളിച്ചു. കൂടെ വിളിച്ചിട്ട് അവരോട് തൻ്റെ ഹൃദയം യേശു തുറക്കുന്നു നമ്മൾ കാണുന്നു. ഒന്ന് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതലൊന്ന് താഴോട്ട് കുറച്ച് വാക്യങ്ങളൊന്ന് വായിക്കാമോ? യെസ്. ഓക്കെ. ഞാൻ പ്രാർത്ഥിച്ച് തീരുവോളം ഇവിടെ ഇരിപ്പിന്ന് എല്ലാ ശിഷ്യന്മാരോടും പറഞ്ഞു. ആ ആ ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. ആരാ? മശിഹ, ഈ ലോകത്തിൻ്റെ രക്ഷിതാവ്, അല്ലെങ്കിൽ ദൈവപുത്രൻ, ദൈവം മനുഷ്യനായി വന്നവൻ ഇപ്പോൾ എന്ത് ചെയ്യും? ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. താഴോട്ടൊന്ന് വായിച്ചാട്ടെ. എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഃഖിതം. ആരോട് പറയുക? പ്രധാനപ്പെട്ട ശിഷ്യന്മാരോട് തൻ്റെ ഇമോഷൻസ് എല്ലാം എന്ത് ചെയ്യുക? യേശു ക്രിസ്തു എക്സ്പ്രസ് ചെയ്യുക. ഒന്നാലോചിച്ച് നോക്കിയേ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മനുഷ്യനായി വന്നവൻ, ദൈവപുത്രൻ. പക്ഷെ ഇപ്പോൾ എന്തുവാ? ഒരു സാധാരണ മനുഷ്യൻ കരയുന്നത് പോലെ, വിലപിക്കുന്നത് പോലെ എന്ത് ചെയ്യുക? വിലപിക്കുക. അടുത്ത ദിവസം തനിക്കുണ്ടാകാൻ പോകുന്ന മരണത്തെക്കുറിച്ച് ഓർത്തപ്പോൾ, ആ മരണത്തിൻ്റെ ഭീകരതയെ ഓർത്തപ്പോഴത്തേക്ക് യേശുക്രിസ്തു ഭ്രമിക്കുവാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എന്നിട്ട് പറയും, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതികഠിനമായിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെയൊക്കെയും ഉള്ളിലുള്ള പല ഇമോഷൻസ്, വികാരങ്ങളൊക്കെ നമ്മൾ പ്രകടമാക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ചിലപ്പോൾ നമ്മളത് പ്രകടിപ്പിക്കത്തില്ലായിരിക്കും. ഇവിടെ നമ്മുടെ യേശുക്രിസ്തു പോലും താൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസം ഓർത്തപ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതരോട് എന്ത് ചെയ്യുക? ആ ഹൃദയം ഒന്ന് എന്ത് ചെയ്യുക? തുറക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് തുറന്ന് അവരും കൂടെ കേൾക്കാൻ വേണ്ടി, ഒരു ആശ്വാസത്തിന്, ഒരു സപ്പോർട്ടിന് വേണ്ടി അദ്ദേഹം പറയുന്നു. അതിനുശേഷം അവരോട് പറഞ്ഞു, ഇവിടെ പാർത്തുണർന്നിരിപ്പീൻ. അവരോട് 3 ശിഷ്യന്മാരോട് നിങ്ങൾ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. മറ്റു ശിഷ്യന്മാർ ബാക്കിലുണ്ട്. ഈ 3 ശിഷ്യന്മാരോടും കൂടെ ഒരുമിച്ച് എന്നിട്ട് ആദ്യം ഹൃദയമൊക്കെ തുറന്നു. ഒരു കൗൺസിലിങ്ങിനായിട്ട് പക്ഷേ ഒരു ഹൃദയം തുറന്നതായിരിക്കാം. അവരൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നത് കേൾക്കുന്നത്, അവർക്ക് എന്നാ പറയണമെന്നും എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല. പിന്നെ അവർ ഉറങ്ങുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. യേശു മുമ്പോട്ട് ചെല്ലുന്നു. മുമ്പോട്ട് ചെന്നിട്ട്, കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. അത്രയേ ഉള്ളൂ അതിനകത്ത്. എങ്ങനെയാണ് ആ പ്രാർത്ഥന? വായിക്കാമോ? അബ്ബാ പിതാവേ, നിനക്കെല്ലാം കഴിയും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന അത്രേ ആകുന്നു. ഈ നമ്മളെല്ലാ സുവിശേഷത്തിലും മറ്റ് സുവിശേഷങ്ങളിലൊക്കെ നോക്കുവാണെങ്കിലും നമ്മൾ ഒരിടത്ത് പോലും അബ്ബ എന്ന വാക്ക് കാണുന്നില്ല. ഞാനത് ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ
യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും അബ്ബ എന്ന് ഉപയോഗിച്ചിട്ടില്ല. സ്വർഗസ്ഥനായ പിതാവേ. അബ്ബ എന്ന് പറയുന്ന വാക്ക് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഒരു കൊച്ച് തൻ്റെ അപ്പനെ വിളിക്കുന്ന പേരാണ്. നമ്മളൊക്കെ പല പേരുകൾ നമ്മുടെ പിതാക്കന്മാരെ വിളിക്കാറുണ്ട്. പപ്പ, അച്ചാച്ചൻ, ഡാഡി, പല പല പേരുകൾ. ചിലപ്പോൾ സ്നേഹം കൂടുമ്പോൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടും പേരുകളൊക്കെ പിള്ളേർ തൻ്റെ അപ്പനെ വിളിക്കാറുണ്ട്. ഇവിടെ ഒരു ക്രൈസിസിൻ്റെ മധ്യത്തിൽ, തന്നെ ഏറ്റവും വലിയ ക്രൈസിസിലായിരിക്കുന്ന ഒരു മൊമെൻറ്റിൽ യേശു വെറുതെ പിതാവേ എന്നല്ല വിളിക്കുന്നത്, അബ്ബാ പിതാവേ എന്ന് പറയുന്ന ആ ബന്ധം, ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇത്രയും ആഴമുള്ളതാണെന്ന് ഒരിക്കൽ ആ പിതാവിനെ ഓർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു തൻ്റെ ഡാഡിയെ വിളിക്കും. ഡാഡി, അല്ലെങ്കിൽ എന്തുവാ മോനൊക്കെ എന്തോ വിളിക്കുമെന്ന് അറിയത്തില്ല, അതുപോലെ എന്ത് ചെയ്യുക, ഡാഡി അല്ലെങ്കിൽ പപ്പാച്ചി എന്ന് എന്ത് ചെയ്യുക, സ്നേഹത്തോടെ വിളിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? എവറിത്തിങ് ഈസ് പോസിബിൾ ഫോർ ഓൾ തിങ്സ് ആർ പോസിബിൾ ഫോർ യു. നിനക്കെല്ലാം കഴിയും, ഒന്നും നിനക്ക് അസാധ്യമായിട്ട് ഇല്ല. ഇന്ന് ഈ നിമിഷവും എല്ലാം സാധിക്കും. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, നീ ഇച്ഛിക്കുന്ന പോലെ ആവട്ടെ. ഞാൻ ചിന്തിക്കുന്നു, ഈ ആദ്യത്തെ ആ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ലൈൻ എന്തുവാ? അബ്ബാ പിതാവേ നിനക്കെല്ലാം കഴിയും. പിന്നെ പറയുന്നത് എന്തുവാ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ, റിമൂവ് ദിസ് കപ്പ് ഫ്രം മീ. ഇംഗ്ലീഷിൽ ഇങ്ങനെ. അത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ പോസ് ഒന്നും ഉണ്ടായതായിട്ടൊന്നും അവിടെ കാണുന്നില്ല. എങ്കിലും ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യുന്നു, അത്രയും പറഞ്ഞിട്ട് കർത്താവ് ഒരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്ത് കാണുമായിരിക്കാം, ചില സെക്കൻഡുകൾ. നിനക്കെല്ലാം കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഇത്രയും പറഞ്ഞ് മറുപടി ഒന്നും ഇങ്ങോട്ട് കിട്ടുന്നില്ല. എല്ലാം എന്തോ ദൈവത്തിന് കഴിയാൻ മേലാത്ത. കർത്താവ് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും പിതാവായ ദൈവം എന്ത് ഉത്തരം കൊടുത്തിട്ടുണ്ട് അല്ലേ? ലാസറിൻ്റെ കല്ലറയിൽ ചെന്നും കർത്താവ് പിതാവേ നിനക്കെല്ലാം കഴിയുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് മരിച്ചവനായ ലാസർ പുറത്തു വന്നു. എല്ലാം സാധിക്കും, എപ്പോഴും എല്ലാം സാധിക്കും. നിനക്ക് പല ഓൾട്ടർനേറ്റീവ് പ്ലാൻസൊക്കെയും ഇപ്പോഴും ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ അവിടെ മറുപടി ഒന്നും വന്നില്ല. ഞാൻ ചിന്തിക്കുന്നു, ഈ പിതാവിൻ്റെ ഹൃദയവും തകർക്കപ്പെട്ട് കാണുമായിരിക്കാം. ഈ പ്രാർത്ഥന, ആദ്യത്തെ ഒരു പ്രാർത്ഥന ലൈൻ കേട്ടപ്പോൾ തന്നെ ആ ഹൃദയവും ശരിക്കും ഉരുകിയിട്ടുണ്ട്. എന്നാ പറയണമെന്ന് അറിയത്തില്ല. കാരണം വേറൊരു വഴിയില്ല. ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ഈ ഒരു മാർഗമല്ലാതെ, തൻ്റെ പുത്രനെ ബലി അർപ്പിക്കുവാനല്ലാതെ വേറൊരു വഴി ഇനി ഇല്ലെന്ന് ഈ പിതാവിനും അറിയാം. പിതാവിനൊരു പക്ഷെ സഹായിക്കണമെന്നുണ്ടായിരിക്കാം, എന്നാൽ വേറൊരു വഴിയില്ല. പിതാവ് നിശബ്ദമാവുന്നു. പിതാവിനെ കൂടുതൽ അറിയുന്ന കർത്താവ്. നമ്മളാണ് വീണ്ടും ആദ്യത്തെ പ്രാർത്ഥനാലയം വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നതിന്. എന്നാൽ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ട്യൂൺ ശരിക്കും മനസ്സിലാക്കുന്ന ഈ പുത്രൻ ഹൃദയം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങ് പറഞ്ഞു, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, അങ്ങ് ഇച്ഛിക്കുന്ന പോലെ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. പിതാവിൻ്റെ സൈലൻസിൽ ഈ പുത്രന് കാര്യം മനസ്സിലായി. ഈ പ്രാർത്ഥന മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് 3 പ്രാവശ്യം യേശു പ്രാർത്ഥിച്ചു. അവിടെ എഴുതിയിട്ടുണ്ട്, ഇതേ വാചകം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യം പ്രാർത്ഥന കഴിയുമ്പോൾ തനിക്കൊരു മോറൽ സപ്പോർട്ടിന് വേണ്ടി, ഒരു മെൻ്റൽ സപ്പോർട്ടിന് വേണ്ടി കൊണ്ടുവന്ന, ഒരു പ്രയർ സപ്പോർട്ടിനൊക്കെ കൊണ്ടുവന്ന ശിഷ്യന്മാരെ ഒന്ന് നോക്കിയപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യുക? ഉറങ്ങുക. ആദ്യത്തെ പ്രാവശ്യം നോക്കിയപ്പോഴത്തേക്കും അവരുറങ്ങുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഇതേ വാചകം തന്നെ ചൊല്ലി പ്രാർത്ഥിച്ചെന്നാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുക. അതേ സെയിം വാചകം ചൊല്ലി പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോഴും എപ്പോഴും ഒരു സൈലൻസ് പിതാവിൽ നിന്ന് കിട്ടുന്നു. താൻ വീണ്ടും അഡ്മിറ്റ് ചെയ്യുന്നു, പിതാവിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. മൂന്നാമതും
ശിഷ്യന്മാരെ നോക്കിയപ്പോൾ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസിൻ്റെ സമയത്ത് ഇവരെല്ലാവരെയും കൊണ്ട് അവിടെ പോയെങ്കിലും ആരുടെയും ഒരു സപ്പോർട്ട് യേശുക്രിസ്തുവിന് കിട്ടുന്നില്ല. തൻ്റെ വേദനകൾ പങ്കുവെക്കുവാനായി വെച്ചപ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലാവുന്നില്ല. അവിടെ എഴുതിയിരിക്കണം, അവരുടെ ഈ കണ്ണുകൾക്കൊക്കെ ഭാരം വന്നിട്ട്. ഞാൻ ചിന്തിക്കുന്ന അവർക്ക് ആ കുറേ സമയങ്ങൾ കൊണ്ട് പല പല കാര്യങ്ങൾ കൊണ്ടും അവർ വളരെ ടയേർഡായിരിക്കാം. അവർക്ക് ചില കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അവർക്ക് ഇന്നും ചിന്തിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ മസായ, ഇവിടെ റോമൻ ഭരണമൊക്കെയും തച്ചുടച്ചുകൊണ്ട് ഇവരുടെ രാജ്യം സ്ഥാപിക്കുന്ന ഒരു മശിയായെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രം. അതിനപ്പുറത്തേക്കൊന്നും കാണാനോ ചിന്തിക്കാനോ പറ്റുന്നില്ല. എങ്ങനെയോ അവർ ഉറങ്ങും. അവർ പാതി ഉറക്കത്തിലാണോ എങ്ങനെയാണോ അവർ ഉറങ്ങിക്കൊണ്ട് ഇരിക്കുന്നതായിട്ട് നമ്മളിവിടെ വായിക്കുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലത്തെയുള്ള ക്രൈസിസ് കൂടിയൊക്കെ നമ്മളും കടന്നു പോകാറുണ്ട്. ഇനി ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഡോക്ടർ ലൂക്ക് അദ്ദേഹം ഒരു വൈദ്യനായതുകൊണ്ട് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ കാണുന്നത്, ആദ്യത്തെ പ്രാർത്ഥനാ വാചകം കഴിഞ്ഞ് ഒരു ദൂതൻ വന്നിട്ട് എന്ത് ചെയ്തു? ക്രിസ്തുവിനെ എന്ത് ചെയ്തു? ബലപ്പെടുത്തി. ഹൃദയം അതുപോലെ തകർന്നിരിക്കുക, അതുപോലെ വേദനപ്പെട്ടിരിക്കുക. നാളത്തെ ആ ക്രൂശിൻ്റെ അനുഭവത്തെക്കുറിച്ചും ഈ ഒരു പാനപാത്രം വഹിക്കുന്നതിൻ്റെ വേദനയും എല്ലാം പേറിക്കൊണ്ടിരുന്ന യേശുവിനെ ബലപ്പെടുത്തുവാനായിട്ട് ഒരു ദൂതൻ വരുന്നതായിട്ട് നമ്മുടെ കാണുന്നു. എന്നാൽ ഈ ദൂതൻ വന്ന് ആശ്വസിപ്പിച്ചു ബലപ്പെടുത്തിയെങ്കിലും പിന്നെ നമ്മൾ അടുത്ത ലൈനിൽ കാണുന്നു, വീണ്ടും കർത്താവിൻ്റെ ഹൃദയം അതുപോലെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വിയർപ്പെന്തിവായി മാറി രക്തത്തുള്ളികളായിട്ട് മാറുന്നു. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നമ്മളത് കാണുന്നുള്ളൂ. അപ്പോൾ അതിതീവ്രമായ വേദനയായിരുന്നു. ഈ വേദനയ്ക്ക് വേറൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ ആ പാനപാത്രം എന്ന് പറയുന്ന കാര്യം കൂടെ നോക്കണം. കപ്പ്. നമ്മൾ പഴയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ ഈ കപ്പ് എപ്പോഴും ഒരു ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ ഒരു കപ്പായിട്ട് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പൽ എപ്പോഴും ഉണ്ട്. ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാനപാത്രത്തെക്കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരർത്ഥം, ദൈവത്തിൻ്റെ ക്രോധം, മനുഷ്യൻ ചെയ്ത പാപം നിമിത്തമുള്ള ദൈവത്തിൻ്റെ ക്രോധം, അത് മുഴുവനും ഇപ്പോൾ തൻ്റെ മകൻ കുടിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ വേദന വളരെ ആഴത്തിലുള്ളതാണ്. നിങ്ങൾ യെരമ്യാവിൻ്റെ പുസ്തകം 25:15 വായിക്കുവാണെങ്കിൽ ഈ ക്രോധം മുഴുവൻ നിറഞ്ഞ ആ ഒരു അതിനെക്കുറിച്ച് ക്രോധമദ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പാനപാത്രത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ശാരീരികമായ വേദന മാത്രമല്ല കർത്താവിനെ അലട്ടുന്നൊരു കാര്യം. സർവ്വ ലോകത്തിൻ്റെയും, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ വായിക്കുന്നു, അവൻ സകലരുടെയും പാപം വഹിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ക്രൂശിൽ കയറി. യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഈ സർവ്വ ലോകത്തുള്ള സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ഏറ്റെടുക്കുക, ആ പാപം മുഴുവനും ആ ശരീരത്തിലോട്ട് വഹിക്കുക, അത് താങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ വേദനയിലായിരിക്കാം തൻ്റെ വിയർപ്പ് തുള്ളികളൊക്കെയും രക്തമായിട്ട് മാറി. ദൂതൻ വന്ന് ശക്തിപ്പെടുത്തുന്നുണ്ട്, എങ്കിലും വീണ്ടും നമ്മൾ കാണുന്നു വിയർപ്പ് തുള്ളികളൊക്കെയും രക്തമായിട്ട് മാറി. ആരുടെയും ഒരു സഹായം ലഭിക്കുന്നില്ല. പിതാവ് സൈലൻ്റായിരിക്കുന്നു. തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ ആരുമില്ല. നാളെ പിറ്റേ ദിവസം അനുഭവിക്കാൻ പോകുന്ന ക്രൂശിൻ്റെ ഒരു അതേ വേദന തന്നെ, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന അതേ വേദന തന്നെ ഇപ്പോൾ ഈ ഗത്സമന ഗാർഡനിൽ കർത്താവ് അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു. ഇതെല്ലാത്തിനു ശേഷം, ഈ പ്രാർത്ഥന എല്ലാത്തിനു ശേഷം നമ്മളവിടെ കാണുന്നൊരു കാര്യം,
മൂന്നാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ശിഷ്യന്മാരെല്ലാം ഉറങ്ങുക. അത് കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ വായിക്കുന്നത്, നിങ്ങൾ ആ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് വായിക്കാമോ? യെസ്, അതിൻ്റെ ഒരു 48-49 ഭാഗം, 14. സോറി, അല്ല, അതിന് മുമ്പായിട്ട് ഒന്ന് വായിക്കാമോ? വായിച്ചു, 41 ആയിരിക്കും. ഓക്കെ, വായിച്ചേ. യെസ്. എഴുന്നേൽപ്പീൻ, നാം പോകാം. ഈ ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണ്ണമായിട്ട് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവിന് എവിടുന്ന് ഒരു ധൈര്യം കിട്ടി. ധൈര്യം കിട്ടിയിട്ട് കർത്താവ് പറയുക, വാ, നാഴിക വന്നിരിക്കുന്നു, വരുവിൻ, നാം പോകാം. വേറെ ഭാഗത്ത് പറയുന്നു, എന്നെ കാണിച്ചു കൊടുക്കുന്നു, ഇതാ അടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം സമ്പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലും വലിയ ധൈര്യം കിട്ടും. പിന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുമ്പോഴത്തേക്ക് യേശുവിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു എന്ന് യേശു അങ്ങോട്ട് ചെന്ന് ചോദിക്കുക. പടയാളികളും യൂത ആദ്യം ചുമനം കൊടുക്കുന്നു, പടയാളികളും വലിയ ജനക്കൂട്ടം എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ ആരെയാ തിരയുന്ന? ഞങ്ങൾ നസറേയനായ യേശുവിനെ തിരയുക. ഞാനാണെന്ന് പറഞ്ഞു. ഞാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ അതിശയം കൊണ്ട് അവർ പേടിച്ചു പോയി. അവിടെ എഴുതിയിരിക്കുന്ന ചിലരൊക്കെ എന്ത് ചെയ്തു, നിലത്തോട്ട് മറിഞ്ഞു വീണുവെന്ന് കാണുന്നു. അത്രയും ധൈര്യം. മുമ്പേ നമ്മളെ കണ്ട കർത്താവിനെയല്ല ഇവിടെ കാണുന്ന. മരണഭയം നിമിത്തം ഹൃദയം ദുഃഖിതമായിട്ട് വിലപിക്കുന്ന ഒരു ക്രിസ്തുവിനെയല്ല നമ്മൾ പിന്നെ കാണുന്നത്. ധൈര്യത്തോടുകൂടെ ആ ക്രൂശിനെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി വരുവിൻ, നാം പോകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന കർത്താവിനെ നമ്മൾ കാണുന്നു. നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ ഇത്രയും നമ്മൾ കേട്ട ഈ അനുഭവങ്ങൾ വെച്ച് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. നമ്മളും ചിലപ്പോൾ ഇതുപോലെ എണ്ണച്ചക്കിൻ്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകും. ഞെരുക്കപ്പെട്ട് പലവിധ ക്രൈസിസിൽ കൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന വേളകളുണ്ട്. നമ്മൾ പലപ്പോഴും ചോദിക്കും, കർത്താവേ, എന്തുവാ ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം, ഉത്തരം എന്തുവാ? ഇതൊക്കെ എന്തുവാ ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ സൈലൻസ് ആയിരിക്കും, നമുക്കൊരു മറുപടിയും കിട്ടുന്നില്ല. ചില സമയങ്ങളിൽ കർത്താവ് നമ്മളെ ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുവാനായിട്ട് നമ്മളെ അനുവദിക്കും. നമ്മൾ ഈ ഇതിൽ കൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ മുഴുവൻ സർവവും നിയന്ത്രിക്കുന്ന സർവ നിയന്ത്രിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ഭാരമെല്ലാം മാറും. ശരിക്കും ഈ കംപ്ലീറ്റ് സറണ്ടറില്ല നമ്മുടെ ജോയ് മുഴുവയിരിക്കുന്നത്, നമ്മുടെ സന്തോഷം മുഴുവയിരിക്കുന്ന പറഞ്ഞാൽ അബ്സല്യൂട്ട് സറണ്ടറില്ല. നമ്മൾ ചിന്തിച്ചിട്ടൊന്നും ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ അത് ചിന്തിച്ചു, ഇത് ചിന്തിച്ചു, പല പല കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്നുമില്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കുക, ഈ പ്രശ്നത്തിനൊരു മാറ്റവുമില്ല. കുറെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതുപോലെ വലഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്യണം, നിങ്ങളെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയണം, പിതാവേ, നിന്റെ ഹിതം നടക്കട്ടെ. നമ്മളെ മുഴുവൻ അറിയുന്നവനായ ദൈവമാ, നമ്മളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് യേശുവിനെ പോലെ നമുക്കും ധൈര്യം കിട്ടും, അല്ലേ? എനിക്ക് തോന്നുന്നു ചിലരെങ്കിലും അത് തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ മുഴുവനും ദൈവത്തിനായിട്ട് അങ്ങ് വിട്ടുകൊടുത്തിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ കുറച്ചും കൂടെ ബലമാണ് ആ ക്രൈസിസിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട്. കുറച്ചും കൂടെ ശക്തി നമുക്ക് ലഭിക്കും, കുറച്ചും കൂടെ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കും. ധൈര്യത്തോടെ നമുക്ക് കുറച്ചും കൂടി ഇനിയും കൂടുതൽ വേദന വന്നാലും അതിനെ ഫേസ് ചെയ്യുവാനുള്ള വലിയ ധൈര്യം നമുക്ക് കിട്ടും. അതേ ധൈര്യമാണ് കർത്താവിനും ഇവിടെ ലഭിച്ചത്. ഞാൻ അടുത്തൊരു ഭാഗവും കൂടെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ കണ്ടത് കർത്താവിൻ്റെ ഒരു ധൈര്യത്തെ കണ്ടു. വേദനയിൽ കൂടിയൊക്കെ കടന്നു പോയപ്പോഴും കർത്താവ് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്
മുന്നോട്ട് കർത്താവ് പോയി. അടുത്ത് നമ്മൾ കാണുന്നത് ആ തോട്ടത്തിൽ താൻ ഏറ്റവും സ്നേഹിച്ച, അല്ലെങ്കിൽ തൻ്റെ ഗ്രൂപ്പിലെ ഒരു പ്രധാനിയായ ശിഷ്യൻ വന്ന് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നു. ഈ ശിഷ്യനെ കർത്താവിന് ആദ്യം മുതലേ അറിയാം. അതായത് കർത്താവിൻ്റെ സ്കൂളിലോട്ട് റിക്രൂട്ട് ചെയ്ത സമയം മുതലേ യൂദ ആരാണെന്നുള്ള കാര്യം കർത്താവിന് ശരിക്കും അറിയാം. നമ്മൾ ഒരു ഭാഗത്തത് വായിക്കുന്നുണ്ട്. അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 6:70 ഒന്ന് വായിക്കാം. 6:70 ഒന്ന് വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 6:70. യോഹൻ ആ നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. അത് വായിക്കുമ്പോൾ തന്നെ ഒരു വിലയോ തോന്നുന്നല്ലേ. നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. 12 പേരെ റിക്രൂട്ട് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലായി ഒരുത്തൻ ആരാ? പിശാചെന്ന് പറഞ്ഞാൽ ലിറ്ററലി പിശാചെന്നല്ല, അവൻ്റെ ഉള്ളു മുഴുവൻ പിശാചിൻ്റെ ചിന്തകളും സ്വഭാവങ്ങളും ഉള്ളത്. യെറ്റ് വൺ ഓഫ് യു ഇസ് എ ഡെവിൾ. ഒരാൾ ഡെവിളാണെന്ന് കർത്താവിന് നേരത്തെ അറിയായിരുന്നു. ഇനി ഇങ്ങനെ മനസ്സിലാക്കിയ ഈ ശിഷ്യനായിരുന്നു അവരുടെ ഗ്രൂപ്പിലെ പണമിടപാടുകളൊക്കെയും എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ടിരുന്നത്. അവിടുത്തെ കർത്താവിൻ്റെ ഡിസൈപ്പിൾഷിപ്പ് സ്കൂളിലെ ട്രഷററായിരുന്നു ഇദ്ദേഹം. യോഹന്നാൻ 12:6 നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതേ ശിഷ്യന് തന്നെയാണ്, ഇതേ ശിഷ്യൻ്റെ കാലുകളാണ് യേശു ആ പെസഹായുടെ ദിവസം കാല് കഴുകി തുടച്ചു കൊടുത്തത്. 13:2 നമ്മൾ കാണുന്നു യോഹന്നാൻ. ഇതേ ശിഷ്യന് തന്നെയാണ് യേശു എന്ത് ചെയ്ത് അപ്പം വീഞ്ഞിൽ മുക്കി എന്ത് ചെയ്തു, വായിൽ വെച്ച് കൊടുത്തത്. ആദ്യം മുതലേ യൂദ ആരാണെന്ന് യേശുവിന് അറിയാം. പക്ഷേ യൂദയോടുള്ള സമീപനം യേശുവിൻ്റെ വ്യത്യസ്തമായിരുന്നു. യൂദ മാനസാന്തരപ്പെടുമെന്ന്, അല്ലെങ്കിൽ താൻ ദൈവഭാഗത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു വ്യത്യസ്തമായ സ്വഭാവത്തിലേക്ക് വരുമെന്ന് കർത്താവ് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു. അവസാനം വരെയും ആഗ്രഹിച്ചിരുന്നു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴത്തേക്ക് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കർത്താവ് യൂദ ഒറ്റിക്കൊടുക്കുമ്പോഴത്തേക്ക് പറയുന്നത്, യൂദയോട് പ്രതികരിക്കുന്നത്. നിങ്ങളൊന്ന് വായിക്കാം ആ ഭാഗം. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് എവിടെയാണ്? മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ ഒന്ന് നോക്കി വായിക്കാമോ? 36 മുതലുള്ള വാക്യങ്ങളാണ്. അല്ല, അതൊന്നും വായിക്കണ്ട. അങ്ങോട്ട് താഴോട്ട് വന്നിട്ട് ആ യൂദയോടുള്ളൊരു റെസ്പോൺസ് ഉണ്ട് യൂദ ഒറ്റിക്കൊടുത്ത് കഴിയുമ്പോൾ. ഒന്ന് വായിക്കാം. ആ ആ ആ ഓക്കെ. മത്തായിയുടെ സുവിശേഷം അല്ലേ വായിച്ച? മത്തായിയുടെ അല്ലേ വായിച്ച? ഓക്കെ. ഇംഗ്ലീഷിൽ എഴുതി, ഫ്രണ്ട് ഡു വാട്ട് യു കം ടു ഡു. സ്നേഹിത, നീ വന്ന കാര്യം എന്ത് ചെയ്യുക, നീ ചെയ്യുക. അത്രയും പേരവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാചകം പറയുമ്പോഴത്തേക്ക് എന്തോ അർത്ഥമാവുന്ന? ഇത്രയേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ. ഫ്രണ്ട് ഡു വാട്ട് യു കം ടു ഡു. നീ എന്താ വന്ന കാര്യം എന്ത് ചെയ്യുക, വേഗം ചെയ്യുക. ഇതാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും? യൂദയ്ക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുമോ? ഞാൻ ചിന്തിക്കുന്നത് മനസ്സിലാവത്തില്ല, കൃത്യമായിട്ടൊന്നും മനസ്സിലാവത്തില്ല. വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സ്പീച്ചാണ്. ഈ സമയത്ത് പോലും ഞാൻ ചിന്തിക്കുന്നു, യൂദയുടെ പാപത്തെ ഒന്ന് കവർ ചെയ്യുവാനായിട്ടാണ് കർത്താവ് ശ്രമിക്കുന്നത്. ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല, കർത്താവ് അവിടെയും എക്സ്പോസ് ചെയ്യുന്നില്ല. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ
വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: വുഡ് യു ബിട്രേ ദ സൺ ഓഫ് മാൻ വിത്ത് എ കിസ്? നിങ്ങൾ മനുഷ്യപുത്രനെ എന്ത് ചെയ്യുക? ചുംബനം കൊണ്ടാണോ ഒറ്റിക്കൊടുക്കുന്നത്? അത്രേ ചോദിച്ചുള്ളൂ. എടാ, എന്നാലും നീ എന്നെ ചതിച്ചല്ലോടാ എന്ന് പറയുമല്ല അല്ലേ? യേശുവിൻ്റെ പ്രതികരണം അവിടെയും കുറച്ചും കൂടെ ഒരു മയപ്പെട്ട, വളരെ അഗ്രസീവായിട്ടുള്ള പ്രതികരണമൊന്നുമല്ല, കുറച്ചും കൂടെ മയപ്പെട്ടതായിട്ട് ലൂക്കോസിൽ കാണുന്ന. മത്തായിൽ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കുറച്ചും കൂടെ അത് മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള റെസ്പോൺസായിട്ട് കാണുന്നു. റിക്രൂട്ട് ചെയ്തപ്പോഴേ അറിയാമായിരുന്നു ഇവൻ ഡെവിളായിരുന്നു അറിയാം. അവസാനം അവനെ ഏറ്റവും ഒരു പ്രധാന ജോലി കർത്താവ് ഏൽപ്പിച്ചു. അതിൽ നിന്നും പണമൊക്കെ ഇദ്ദേഹം എടുക്കുന്നുണ്ടെന്നറിയാം. മുമ്പോട്ട് പോയപ്പോഴത്തേക്ക് ഈ ശിഷ്യൻ്റെയും കാല് കഴുകി കൊടുക്കുന്നു, തുടയ്ക്കുന്നു. ഈ ശിഷ്യനുമായിട്ടും എന്ത് ചെയ്യുന്നു? അപ്പവീഞ്ഞുകൾ പങ്കുവെക്കുന്നു. ഏറ്റവും അവസാനം ഒട്ടിക്കൊടുത്ത സമയത്ത് പോലും വളരെ ഡയറക്റ്റായിട്ട് അവനോട് നേരിട്ട് നീ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമല്ല, വളരെ ഇൻഡയറക്റ്റായിട്ടും സോഫ്റ്റായിട്ടുള്ളൊരു പ്രതികരണം. യൂദയുടെ മാനസാന്തരം കർത്താവ് ആഗ്രഹിച്ചിരുന്നു. യൂദയ്ക്കൊരു മാറ്റം വരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചിന്തിക്കുന്നു കർത്താവ് ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല, ഇതിനു മുമ്പ് പല സമയങ്ങളിൽ കർത്താവ് തന്നെ തങ്ങളിലൊരു ശിഷ്യൻ ഒറ്റിക്കൊടുക്കുമെന്നുള്ള കാര്യം കർത്താവ് പല പ്രാവശ്യം പറയുന്നതും നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 26:20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കണമെന്നില്ല, അവിടെയെല്ലാം നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിലൊരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഈ കർത്താവ് നമ്മളിൽ നിന്നൊക്കെയും ഒരു മാനസാന്തരം ടിൽ ദി എൻഡ് ഓഫ് അവർ ലൈഫ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക. യൂദയിൽ നിന്നും അത് ആഗ്രഹിച്ചുകൊണ്ട് യൂദ പക്ഷേ അത് മനസ്സിലാക്കിയില്ല. രണ്ട് കാര്യങ്ങൾ കർത്താവ് ചെയ്യും. നമ്മൾ മനുഷ്യരോടെല്ലാം ദൈവം ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പാപം ചെയ്യുമ്പോൾ കർത്താവ് കൺഫ്രണ്ട് ചെയ്യും. പാപം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പാപത്തെ എന്ത് ചെയ്യും? കൺഫ്രണ്ട് ചെയ്യും, അതിന് നേരിടും. യൂദ ഇത് ചെയ്യാൻ പോവാണെന്നുള്ള വിവരം നേരത്തെ അറിഞ്ഞ കർത്താവ് എന്ത് ചെയ്തു? അവസാനം വരെ സ്നേഹം എന്ത് ചെയ്തു? കൊടുത്തുകൊണ്ടേയിരുന്നു. മാത്രമല്ല, പല സമയങ്ങളിൽ ഞാൻ ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കാൻ സമയമെടുക്കുന്നില്ല. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, പല സമയങ്ങളിൽ ഒരു സമയത്ത് യോഹന്നാൻ സുവിശേഷത്തിൽ കാണുന്നു, ആരാ എന്നെ ഒറ്റിക്കെടുക്കുന്നതെന്ന് പത്രോസ് പറയും, യോഹന്നാനോട് പറയും, ചോദിക്കാനായിട്ട് പറയും. കാരണം യോഹന്നാൻ യേശുവിൻ്റെ മാർവോട് ഇങ്ങനെ ചാരിയിരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ എന്ത് ചെയ്യുന്നത്? കൈ താലത്തിൽ മുക്കുന്നവൻ എന്ന് പറയുന്നുണ്ട്. അവിടെയെല്ലാം യൂദായെ നമ്മളവിടെ കൃത്യമായിട്ടവിടെ കാണുന്നുണ്ട്. പല സമയങ്ങളിൽ കർത്താവ് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ യൂദ ഒരിക്കലും മാനസാന്തരത്തിന് എന്ത് ചെയ്തിട്ടില്ല? തയ്യാറായിട്ടില്ല. ഇനി തെറ്റ് ചെയ്ത ശേഷം ആ ചുംബനം, അല്ലേ, വിഷം നിറഞ്ഞ ആ ചുംബനം കർത്താവിന് കൊടുത്തു കഴിഞ്ഞിട്ടും കർത്താവ് വളരെ യൂദയ്ക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലും വളരെ സോഫ്റ്റായിട്ട് ഇടപെട്ടിട്ടും ആ ഹൃദയത്തിന് ഒരു ചലനം ഉണ്ടാവുന്നില്ല. ഏറ്റവും അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, യൂദയ്ക്കും ഒരു അനുതാപമൊക്കെ ഉണ്ടായി, പക്ഷെ ശരിയായ മാനസാന്തരത്തിലേക്ക് വന്നില്ല. യൂദ ഒരുപക്ഷെ, ഞാൻ ചിന്തിക്കുന്നു, യൂദ ചെയ്ത തെറ്റും പത്രോസ് ചെയ്ത തെറ്റും ഏതെങ്കിലും ഗ്രേഡ് കൂടുതലുണ്ടോ? ഏതിനാ ഗ്രേഡ് കൂടുതൽ? പത്രോസ് ചെയ്തതിനാണോ യൂദ ചെയ്തതിനാണോ? ഏതാ കൂടുതൽ? രണ്ടും തുല്യമാണ്. ഇവിടെ യൂദയ്ക്ക് ഒരു പൈസയുടെ കുറച്ച് ഇടപാടുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. മറ്റേ നോക്കി 3 പ്രാവശ്യം ഈ തള്ളി പറയും. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ പ്രാഗുക, ആണയിടുക, ശരിക്കും ചീത്ത വിളിക്കുക. 3 പ്രാവശ്യമൊക്കെ ഒരാളെ പറയുവാൻ ചോദിച്ചാൽ ചെറിയൊരു തെറ്റാണോ? അല്ല. അതുവരെ കർത്താവിനെ അത്രയും അറിഞ്ഞ വ്യക്തി. പക്ഷേ അവിടെയും ഇതേ കൺഫ്രണ്ടേഷൻ പത്രോസിൻ്റെ കാര്യത്തിലും ഉണ്ടായിരുന്നു. പത്രോസിനെ പല പ്രാവശ്യം നേരത്തെ ഓർപ്പിച്ചിരുന്നു, നീ എന്നെ തള്ളി പറ. പത്രോസ് പറഞ്ഞു, ഞാൻ ഒരിക്കലും തള്ളി പറയത്തില്ല, ഞാൻ നിന്നോട് മരിക്കാൻ തയ്യാറ്. എല്ലാ ശിഷ്യന്മാരും പറഞ്ഞു. അവസാനം തെറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കുള്ള കൺഫ്രണ്ടേഷനിൽ പത്രോസ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നു. ആ കൺഫ്രണ്ടേഷൻ എങ്ങനെയായിരുന്നു? ഒരു നോട്ടം, ഒരൊറ്റ നോട്ടത്തിൽ
പത്രോസ് യഥാർത്ഥ അനുതാപത്തിലേക്ക് വന്നു. എണ്ണച്ചക്കിൻ്റെ അനുഭവത്തിൽ കൂടെ കർത്താവ് കടന്നു പോയപ്പോഴും കർത്താവിൻ്റെ പ്രതികരണം തന്നെ ഒട്ടിക്കൊടുക്കുവാനും വന്ന യൂദയോടുള്ളത് വ്യത്യസ്തമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളിവിടുന്ന് പഠിക്കുന്നത്, ദൈവം നമ്മളിലും ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട് പല സമയത്ത്. മാനസാന്തരപ്പെടാനായിട്ട് പല സമയങ്ങളിൽ നമ്മളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ആഹ്വാനങ്ങളെയൊക്കെ നമ്മൾ എത്രത്തോളം കേട്ടിട്ടുണ്ട്. ഇനി തെറ്റ് ചെയ്ത ശേഷവും അതേ രീതിയിൽ കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. നമ്മളെങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? പത്രോസ് പ്രതികരിച്ചതുപോലെയാണോ? യൂദ പ്രതികരിച്ചതുപോലെയാണോ? യൂദയ്ക്ക് ഉണ്ടായ മറ്റൊരു പ്രശ്നം മോഹഭംഗം, അല്ലേ? ഒരു ഡിസിലൂഷൻമെൻറ്റ്, ഞാനതും കൂടെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം, ഉണ്ടായി. ഇന്ന് ഈ ഡിസിലൂഷൻമെൻറ്റ് അധികം കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? എന്തോ ഡിസിലൂഷൻമെൻറ്റ്, നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എന്തുമില്ല, കിട്ടിയില്ല. ഇന്ന് അങ്ങനെയുള്ള പ്രശ്നം ഒത്തിരി അപ്പനമ്മമാർക്കുണ്ട്. തൻ്റെ മക്കളെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകൾ, അത് വരാതിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഒത്തിരി സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു. ആ സമ്മർദ്ദങ്ങൾ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? മറ്റു രീതിയിലേക്ക് വരുത്തുന്നു. ഇവിടെ യൂദയെക്കുറിച്ച് ചരിത്രകാരന്മാരും പലരും ഒക്കെ പറയുന്നത്, പക്ഷേ ബൈബിളിൽ അങ്ങനെ ഡയറക്റ്റായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല. യൂദ ചിന്തിച്ചിരുന്നത് എങ്ങനെയെങ്കിലും യേശു രക്ഷപ്പെട്ടു വരും. കാരണം പുള്ളിയുടെ ആഗ്രഹമാണ് ഈ റോമൻ ഭരണത്തെ എങ്ങനെയാലും തച്ചുടച്ചുകൊണ്ട് ഇവിടെ ഒരു വ്യത്യസ്തമായി ഈ ഭൂമിയിൽ ഒരു സമാധാനം സ്ഥാപിക്കണം. എന്നാൽ കർത്താവ് വളരെ കൃത്യമായിട്ട് കർത്താവിൻ്റെ കാര്യം പീലാത്തോസിനോട് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. എൻ്റെ കാര്യങ്ങൾ ഐഹികമല്ല, അല്ലേ? അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ഇവിടെ രാജാവാകുന്നു പറയുന്നതല്ല, അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടതും ആയൊരു കാര്യമാണ്. എന്നാൽ യൂദ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹം കണ്ടൊരു വഴി, യഥാർത്ഥത്തിലൊന്ന് മടങ്ങി വന്ന് കർത്താവിലേക്ക് വരികയല്ല, ആ നിരാശകളെല്ലാം പേറി താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്തതും താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധവും എല്ലാം നിമിത്തം അദ്ദേഹം എന്ത് ചെയ്തു? ആത്മഹത്യയിലേക്ക് പോയി. ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ഒരു ആത്മഹത്യ എന്ത് ചെയ്യുക? ഒരു പ്രത്യേക രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊത്തിരി പ്രയാസം തോന്നി. ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഏറ്റുമാനൂർ ഭാഗത്ത് ഇപ്പോൾ 2 ഫാമിലികൾ ഇതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട്, ഈ കഴിഞ്ഞ ദിവസവും കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. ജീവിതത്തിൻ്റെ തകർച്ചകൾ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മഹത്യയല്ല അതിനൊരു സൊല്യൂഷൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം എൻഡ് ചെയ്യുന്നതല്ല കാര്യം. ദൈവത്തിന് കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവ് ആ പ്രയാസങ്ങൾ കൂടെ കടന്നുപോയി. അതിനുത്തരങ്ങളൊന്നും കർത്താവിന് വേണ്ട പോലെ ലഭിച്ചില്ല. എങ്കിലും ദൈവഹിതത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? ഒരു വലിയ സമാധാനമുണ്ടാകും. നമുക്ക് ധൈര്യത്തോടെ ഏത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും ഫേസ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ക്രൈസിസുകളൊന്നും എപ്പോഴും ഒരേപോലൊന്നും ആയിരിക്കത്തില്ല. കർത്താവിനറിയാം ഈ ക്രൂശും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3-ാമത്തെ ദിവസമുണ്ട്, ഒരു റിസറക്ഷൻ ഡേ ഉണ്ട്. നമ്മൾ പാടുന്ന ഏറ്റവും പ്രസിദ്ധമായൊരു പാട്ട്, നമ്മളെല്ലാവരും ബലപ്പെടുത്തുന്ന ഒരു പാട്ടിൻ്റെ ലൈനുകൾ: ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ക്രൈസിസിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകും. ആ സമയത്ത് ഒന്നും അറിയത്തില്ല നമുക്ക്. നമ്മൾ എണ്ണച്ചക്കിൽപ്പെട്ട് നമ്മൾ ഞെരുങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക? നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊണ്ടൊരു 3rd ഡേ, ഒരു റിസറക്ഷൻ ഡേ ഉണ്ട്. പലപ്പോഴും അതിനെക്കുറിച്ചൊന്നും ആളുകൾ അങ്ങനെ ഓർക്കുന്നില്ല. ഒരു മാറ്റത്തിൻ്റെ സമയങ്ങളുണ്ട്, മാറ്റത്തിൻ്റെ ദിനമുണ്ട്.
നമ്മൾ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ല. അതിനുവേണ്ടി കാത്തിരിക്കുവാനാ ദൈവം നമ്മളെ. കർത്താവിനൊന്നും അറിയാമായിരുന്നു, എന്നാൽ ആ ഒരു പീരീഡിൽ അതുപോലത്തെ വേദനയായിരുന്നു, അതേപോലത്തെ വേദനയായിരുന്നു. ക്രൂശിലും കിടന്ന് കർത്താവ് വേദനയോടെ കരഞ്ഞു, അതെല്ലാം ശരിയാണ്. എന്നാൽ മൂന്നാമത്തെ ദിവസമുണ്ട്, ഒരു റിസറക്ഷൻ ഡേ ഉണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുക. ചില കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഓർത്തുകൊണ്ട് നമുക്ക് അവസാനിക്കാം. കർത്താവ് നമ്മളെയും മാനസാന്തരത്തിലേക്ക് വിളിക്കുക. നമ്മൾ ഒത്തിരി കർത്താവ് സ്നേഹിക്കുന്നത് അതുകൊണ്ടാണ്. പല കാര്യങ്ങളും കർത്താവ് നമ്മളെ ഓർപ്പിച്ചു, വീണ്ടും വീണ്ടും സ്നേഹം തന്നുകൊണ്ടിരിക്കുക. നമ്മളെങ്ങനെയാണ് കർത്താവിനോട് പ്രതികരിക്കുന്നത്? മൂന്നാമത്തെ ഒരു ചിന്തയും, കർത്താവ് കുടിച്ചത് ഒരു ക്രോധത്തിൻ്റെ, ദൈവക്രോധത്തിൻ്റെ ഒരു കപ്പ് കർത്താവ് എന്ത് ചെയ്തു? കുടിച്ചു. അതായത് കർത്താവിൻ്റെ ഭാര്യ, ഈ പാനപാത്രം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട്, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെയും അല്ലേ, നമ്മൾ ചെയ്ത തെറ്റുകളൊക്കെ, കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ഇല്ലേ, അതിൻ്റെ എല്ലാം ശിക്ഷ ആരേറ്റെടുത്തു? കർത്താവ് ഏറ്റെടുത്തു. നമ്മൾ ഈ ദൈവം ഒത്തിരി സ്നേഹവാനാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഗോഡ് ഈസ് എ റൈച്ചസ് ഗോഡ്. റൈച്ചസ് ആയിട്ടുള്ളൊരു ജഡ്ജിക്ക് തെറ്റിന് ശിക്ഷ വിധിക്കാതിരിക്കാൻ പറ്റത്തില്ല. പൊതുവെ എത്ര മനസ്സലവും കരുണയുള്ളവനാണെങ്കിലും നീതിയായ ഒരു ജഡ്ജിക്ക് ശിക്ഷ വിധിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ശിക്ഷ വിധിച്ചേ പറ്റുമോ, അല്ലെങ്കിൽ അദ്ദേഹം എന്തുവാ? അതെ, ന്യായാധിപൻ, നീതിമാനായ ഒരു ന്യായാധിപനല്ല എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ കാര്യം. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ തെറ്റിന് ശിക്ഷയെന്ന് പറയുന്നത് അത് കർത്താവ് അങ്ങ് ഏതാണ്ട് ഇങ്ങനെ തരുവാന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ആ ശിക്ഷ മുഴുവനും ആരേറ്റെടുത്തു? കർത്താവ് ഏറ്റെടുത്തു. ആ ക്രോധത്തിൻ്റെ ആ ഒരു പാനപാത്രം മുഴുവനും കർത്താവ് എന്ത് ചെയ്തു? കുടിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. ഹി ഹാസ് ഡൺ എവറിത്തിങ് ഫോർ അസ്. ഇനി നമുക്ക് ഈ രക്ഷ എന്ത് ചെയ്യുക? ഒന്ന് സ്വീകരിച്ചാൽ മതി. ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ ഇന്നും ഞാൻ യേശുവുമായിട്ടൊരു ബന്ധത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം കർത്താവിന് കൊടുക്കുവാനുള്ളതാണ്. ഇന്നും എൻ്റെ ഹൃദയം ഒരു മാനസാന്തരത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ, ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഞാൻ ഇന്നും അതിനുവേണ്ടി തയ്യാറല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിൻ്റെ ഒരു ദിവസമാണ്. നിങ്ങൾ ഇന്നൊരു ക്രൈസിസിൽ കൂടെ കടന്നുപോയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതിരിക്കുവാണെങ്കിൽ ഇന്നത്തെ ദിവസം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കാനുള്ള, നമ്മളെ മുഴുവനും നിയന്ത്രിക്കുന്ന, നമ്മുടെ മേൽ മുഴുവൻ അധികാരമുള്ള ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനുള്ളൊരു ദിവസമാണ്. ആ ഒരു ചിന്തകൾ കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.